ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവനോ ബീറ്ററോ ടേൺ ടേബിളോ ഒന്നും ഇല്ലാണ്ട് നല്ല സൂപ്പർ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ജൂൺ 22 എലജയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ചോക്ലേറ്റ് കേക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുക്കുന്നതാണ്. ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നതാണ്. 1 കപ്പ് മൈദ ഞാൻ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 60 ml കപ്പാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 1/8 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കേക്കിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കണത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന ബൗളിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. 3/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നതാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയും നമുക്ക് ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. വേറൊരു ബൗളിൽ മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് മെയിൻ ബൗളിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരെണ്ണം ചീത്തയായി പോവുകയാണെങ്കിൽ മൊത്തം നമ്മൾ കൊണ്ടുപോയി കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മുട്ട പൊട്ടിച്ചിട്ട ബൗളിലേക്ക് 1/8 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് കൊണ്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ കൊണ്ട് മാത്രമല്ല, വിസ്ക് കൊണ്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഡബിൾ സൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം. വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ കേക്കിന് മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ വിസ്ക് കൊണ്ടിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ മുട്ട നല്ലോണം പതഞ്ഞ് വരാനായിട്ട്. എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര മൊത്തം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇട്ട പഞ്ചസാര മൊത്തം ഇപ്പോൾ മുട്ടയിൽ നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 60 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എപ്പോഴും പൊടി ഇടുമ്പോഴേക്കും കുറേശ്ശെ നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ടതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കുത്തി ഇളക്കാണ്ട് ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ധൃതി പിടിക്കാണ്ട് പതുക്കെ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു സ്പാച്ചില കൊണ്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ വിസ്ക് കൊണ്ടിട്ടായാലും മിക്സ് ചെയ്താൽ മതി. ബാക്കിയുള്ള മൊത്തം പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പതിയെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. തിളച്ച പാലൊന്നും എടുക്കരുത്, അതുപോലെ തന്നെ തണുത്ത പാലും എടുക്കരുത്. ചെറിയ ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം.
പിന്നെ എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് ബാറ്റർ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഞാനിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി അടിയിലൊരു റാക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ 30 to 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം 35 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കേക്ക് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിലോ സ്ക്യൂറോ കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുക. ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. കേക്ക് അവിടെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം വിസ്ക് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും നല്ല സ്റ്റിഫായി വരണ വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് വിസ്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം 3/4 കപ്പ് വെള്ളവും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യണം. 1 സ്ട്രിങ് ഒന്നും ആവണ്ട. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു കത്തി കൊണ്ടിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കത്തി കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഭയങ്കര പതുക്കെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് ഭയങ്കര സ്പീഡിൽ മുറിക്കണമെന്ന് തോന്നിയത്. വളരെ പതുക്കെ മുറിച്ചെടുത്താൽ മതി. കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കേക്ക് ഇപ്പം ഞാൻ എല്ലാം ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിലോട്ട് ഇനി ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതുപോലത്തെ ഒരു സ്പാച്ചില കൊണ്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് വേഗം ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഷുഗർ സിറപ്പ് നല്ലോണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പാലറ്റ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് അങ്ങനെ ആയാലും നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാനൊരു പാലറ്റ് നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. തിന്നാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. കേക്ക് വെച്ചേക്കണ കറക്റ്റ് ലെവലാണോ എന്നൊക്കെ നോക്കിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലോണം കേക്ക് സോക്ക് ചെയ്തെടുക്കണം. കേക്ക് ഇപ്പം നല്ലോണം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാലറ്റ് നൈഫ് കൊണ്ടിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ലെയറിൽ നല്ലോണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. നല്ലോണം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണേ. സൈഡിലും കൂടി സ്പാച്ചുല വെച്ച് തന്നെ ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒരു സ്പാച്ചുല കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് നല്ലോണം ഒന്ന് ഷാർപ്പാക്കി എടുക്കണം.
ഇപ്പം ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഭംഗിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൻ്റെ പുറത്ത് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഗനാഷ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml ഒരു ചെറിയ കുപ്പിയാണത്. അതിന് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം കിട്ടിയില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ടേസ്റ്റ് ഫ്രഷ് ക്രീമിനായിരിക്കും. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നിർത്താണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയൊക്കെ ഇപ്പോൾ മെൽറ്റായിട്ട് വരും. ഇനി നമുക്കിതിലോട്ട് ഒരു 250 ഗ്രാം ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ചോക്ലേറ്റ് ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുക്കണം. ആ ചൂടിൽ തന്നെ ബട്ടറിൽ നിന്ന് മെൽറ്റായിക്കോളും. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഗനാഷ് അടപ്പിൽ നിന്ന് കൊണ്ടുവന്ന പാടെ ഒഴിച്ചു കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ക്രീം മൊത്തം അടിയിലോട്ട് ഒലിച്ചു പോകും. നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റിയ ആ ഒരു ചൂടിൽ വേണം കേക്കിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. സ്പാച്ചിൽ വെച്ച് വടിക്കൊന്നും വേണ്ട. ഫില്ലാവാത്ത പോർഷനിലൊക്കെ ഒരു സ്പൂൺ കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് വേഗം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെയ്ത് ഡെക്കറേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്ന് ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് പോപ്സ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ലോലിപോപ്പ് സ്റ്റിക്കിലൊന്ന് മുക്കിയിട്ട് കേക്ക് പോപ്സിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മുക്കിയെടുക്കണം കേക്ക് പോപ്സ്. പിന്നെ ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കുക. ഇത് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ കേക്ക് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയതിന് ശേഷം ഒരു സൈഡിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ കേക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര നീറ്റായിട്ട് ചെയ്യണമെന്നില്ല, അൺഈവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ലുക്ക് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ കേക്ക് പോപ്സ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഡോണറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡോണറ്റും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൻ്റെ പുറത്ത് കേക്കിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കേക്ക് സ്റ്റിക്കുകളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കണുണ്ട്. പിന്നെ ഒരു ഡയറി മിൽക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 സിൽവർ ഷുഗർ ബോൾസും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേക്ക് എലജയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വ്ളോഗ് അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം. കേക്ക് നല്ല സോഫ്റ്റും ജ്യൂസി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് എഡീസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.